ബസ്സിൽ കയറാൻ വല്ലപ്പോഴും എനിക്ക് അവസരം കിട്ടാറുള്ളൂ. ഞങ്ങൾ നേരെ ചെന്നത് പഴയന്നൂരാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ ഒരു ഫാമിൽ വന്നേക്കാണ്. ഇത് കോഴി ഫാമോ ആന ഫാമോ ഒന്നും അല്ല, ഇത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രമാണ്. അപ്പൊ ഇവിടെ കോഴികളാണ് മെയിൻ ആയിട്ടുള്ള നേർച്ച. അപ്പൊ ഇവിടെ നിറച്ച് കോഴിപ്പൂമാരെ കാണാൻ പറ്റും. എന്നോട് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 2 ആനകളുണ്ട് കേട്ടോ. ഞാനും അമ്മയും അച്ഛമ്മയും ചുക്കുമ്മയും കൂടെയാണ് പോയേക്കുന്നത്. ഞങ്ങൾ ഇന്നവിടെ വന്നപ്പോൾ നിറച്ച് കോഴികളെ അതേപോലെ ആനകളെയും കണ്ടു. ഇവിടെ ഒരു ആനേനെ ചാച്ചു കുളിപ്പിക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. ആന നല്ല കാലൊക്കെ പൊക്കി തന്ന് നല്ല ഞാൻ കുളിക്കുന്ന പോലെ തന്നെ തേച്ചരച്ച് കുളിക്കും. എന്നെ കുളിപ്പിച്ച് തരുന്ന പോലെ വേറെ ആരോ ആനനെ കുളിപ്പിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിനുള്ളിൽ കൂടെയൊക്കെ നടന്ന് അച്ഛമ്മ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുകയൊക്കെ ആയിരുന്നു. എന്നെയും കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതെല്ലാം കണ്ട് ഞാൻ ഈ കോഴീനെ ആനേനെയൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അച്ഛമ്മ എന്തോ നെല്ലെങ്ങാണ്ട് കോഴിക്ക് കൊടുക്കാനാന്ന് തോന്നുന്നു. ഒരു സാധനത്തിനകത്ത്, ഒരു ബക്കറ്റുള്ള ഒരു സാധനത്തിനകത്തോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഉള്ളിലൊരു സ്ഥലത്ത് കയറിയിട്ട് അവിടെ നല്ല ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പൈസയൊക്കെ കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛമ്മ. ഞാൻ ആ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് കുളത്തിൽ പോയി. കുളത്തിൽ കുറച്ച് നേരം ഇറക്കാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാല് മാത്രം മുട്ടിയിട്ട് എന്നെ എടുത്തു. ഞാൻ നനയൂത്രേ. അപ്പൊ അതും പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അവിടെ ആണെന്നുണ്ടെങ്കിൽ നിറച്ച് കോഴികളാ. ഫ്രണ്ട് തൊട്ട് അകത്തും എല്ലാം ഫുള്ള് കോഴിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.